മുനമ്പത്തെ വഖഫ് 404 ഏക്കർ നിങ്ങൾക്കറിയാമോ? മുനമ്പം വഖഫാണിൽ നിന്ന് കേരളമാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെന്തോ മുസ്ലിമീങ്ങൾ ആരുടെയോ കയ്യേറിയ മട്ടിലാ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണേ. സത്യം പറഞ്ഞാൽ എന്തായിരുന്നു വഖഫിന്റെ പിന്നിലുള്ള ചർച്ച? ഇപ്പൊ പല ആളുകളും മുനമ്പം വഖഫ് തന്നെയാണോ അതല്ലേ എന്നുള്ള നിലയിൽ സമുദായത്തിന്റെ പുറത്തു മാത്രമല്ല അകത്തുള്ളവർ പോലും അത് വഖഫല്ലെന്ന് സ്ഥാപിക്കാൻ ബന്ധപ്പെടുന്ന വളരെ ഗതികെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുനമ്പം വഖഫ് അല്ല എന്ന് പറയാൻ എന്തായിരുന്നു യഥാർത്ഥത്തിൽ ആ ഭൂമി കൊടുക്കാൻ കാര്യം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ ഇൽമിന് വേണ്ടി ചെയ്യുന്ന സംഭാവനകള് ഏറ്റവും വലിയ ദാനമാണ്, പരലോകത്തിന്റെ പ്രതിഫലം ഒഴുകിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ആ സത്താർ സിദ്ദീഖ് സേട്ട എന്ന് പറയുന്ന മനുഷ്യൻ പരമകാരുണികനും കരുണാനിധിയുമായ ഏക ഇലാഹിന്റെ തിരുനാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഫാറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി ഈ കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് പാലക്കാട് താലൂക്ക് വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് തടിക്കച്ചവട 66 വയസ്സായ ഖാൻ ബഹദൂർ പി കെ ഉണ്ണിക്കമ്മു സാഹിബ് അവരുടെ പേരിൽ മുഹമ്മദ് സിദ്ദീഖ് സേട്ടുക്ക് എഴുതി കൊടുത്ത വഖഫ് ആധാരമാണത്. അത് വഖഫല്ലെന്നാ പറയാം, വഖഫ് ആധാരമെന്ന്. എടപ്പള്ളി രജിസ്ട്രാർ ഓഫീസിൽ ഇത് ആധാരം 4 തരമുണ്ട്. ഈ 4 തരം ആധാരങ്ങളിൽ ഇത് ഏതാണ് പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ വഖഫ് ആധാരം എന്ന് എഴുതി കൊടുത്തിട്ട് ബാക്കി 3നും ടിക്ക് ചെയ്ത് ബാധകമല്ല 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 എന്ന് എഴുതി കൊടുത്തത് അതിന്റെ രേഖ ഇവിടെ ഇരിക്കുക. വഖഫല്ലാതെ വേറൊന്നുമല്ലത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് ക്രയവിക്രയ പൂർണ്ണ സ്വാതന്ത്ര്യം സിദ്ധിച്ച് ഞാൻ കൈവശം വെച്ചും ദേഹണ്ണാദികൾ ചെയ്ത് അനുഭവിച്ചു വരുന്ന ഇത് വരുന്നതുമായ വസ്തുക്കളിൽ താഴെ വിവരം പറയുന്നതും 1 ലക്ഷം രൂപ വിലയുള്ളതുമായ 404 ഏക്കർ 74 സെന്റ്. 1 ലക്ഷം രൂപയാണ് വില. 1 ലക്ഷം രൂപ 404 ഏക്കറിന് കിട്ടുന്ന വില അന്ന് ഭൂമിക്ക് അത്രേ വിലയുള്ളൂ. പക്ഷേ അത്രേ വിലയുള്ളെന്ന് പറഞ്ഞാൽ 1 ലക്ഷം ഏക്കർ എന്തിനെന്നറിയോ? ഫാറൂഖ് കോളേജ്, റൗദത്തുൽ ഉലൂം അറബിക് കോളേജ് എന്ന് പറയുന്ന അറബിക് കോളേജിന്റെ അനുബന്ധമായിട്ടാണ് ഫാറൂഖ് കോളേജ് വരുന്നത്. കാരണം അറബിക് കോളേജിന്റെ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ ഒരു അനുബന്ധമായിട്ട് അത് വരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചതുകൊണ്ട് അങ്ങനെ ആ നിലയിൽ വഖഫ് ചെയ്തതാണ്. പക്ഷേ യൂണിവേഴ്സിറ്റി അവിടെ ഒരു കോളേജ് നടത്തണമെങ്കിൽ 5 ലക്ഷം രൂപ ഈട് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ സീതി സാഹിബിന്റെയും മറ്റും നേതൃത്വത്തിൽ 4 ലക്ഷം വരെ സമാഹരിച്ചു. 4 ലക്ഷം സമാഹരിക്കണമെങ്കിൽ 4 × 400 1600 ഏക്കറിന്റെ പണം കണ്ടെത്തണം. അതവർ കണ്ടെത്തി. പക്ഷെ 5 ലക്ഷം ആകുന്നില്ല. അങ്ങനെ സിദ്ദീഖ് സേട്ടിനെ സമീപിച്ചപ്പോ ലോകത്തിന് മുഴുവൻ ഉപകാരപ്പെടുന്ന വിദ്യാഭ്യാസം, മുസ്ലിമീങ്ങൾക്ക് മാത്രം ഉപകാരപ്പെടുന്ന വിദ്യാഭ്യാസം അല്ല, ആ കോളേജ് അവിടെ വരാൻ വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ വില മതിക്കുന്ന 404 ഏക്കർ അദ്ദേഹം എഴുതി കൊടുത്ത ആധാരമാണ്. എന്നിട്ട് അദ്ദേഹം പ്രതിഫലം പ്രതീക്ഷിച്ചത് ശുദ്ധ വഖഫാണെന്ന് ആവർത്തിച്ചു പറയുന്നു. ഇതിലെ 404 ഏക്കർ 76 സെന്റ് സ്ഥലവും അതിലുള്ള സകല ദേഹണ്ഡങ്ങളും കൂടി ഈ കോളേജ് ഇസ്ലാമിക ആദർശപ്രകാരം നടത്തുമെന്നുള്ള പ്രതീക്ഷയാൽ ഇസ്ലാമിക ആദർശപ്രകാരം നടത്തിയില്ല. ആ കോളേജ് മാനേജ്മെന്റ് ഇത് വഖഫല്ലെന്ന് പറയാ. കള്ളന്മാർ അള്ളാഹുവിന്റെ ആ വഖഫ് ചെയ്ത നല്ലവരായ കാർന്നവന്മാരുടെ ഖബറിൽ തീ കോരിയിടുന്ന ഇത്തരത്തിലുള്ള വഖഫിന്റെ മുത്തവല്ലിമാർ, പിൻഗാമികൾ, വഖഫിന്റെ അനന്തരാവകാശികൾ, അവരാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ദുഷ്ടന്മാർ. സ്വന്തം പിതാക്കന്മാരുടെ ഖബർ മാന്തുന്നവരാണവർ. അള്ളാഹു അത്തരക്കാരിൽ നിന്ന്, അത്തരം മക്കളിൽ നമ്മളെ കാക്കട്ടെ. അവര് യഥാർത്ഥത്തിൽ ചെയ്തത് എന്താണ്? അദ്ദേഹം പറയുകയാണ്, ഇസ്ലാമിക ആദർശപ്രകാരം നടത്തുമെന്ന വിശ്വാസത്താൽ എന്റെ ആത്മശാന്തിക്കായി എന്ന് പറഞ്ഞാൽ ഹദീസിൽ പറഞ്ഞതുപോലെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ആത്മശാന്തിക്കായി. ഇത് ഈ പറയുന്ന വാചകങ്ങൾ വായിച്ചിട്ടും ഇത് വഖഫല്ലെന്ന് പറയുന്നവന് ഈമാനുണ്ടോ? അത് ആരും ആകട്ടെ, അവൻ ഈമാനുണ്ടോ? മുസ്ലിമാന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ കേട്ടോളൂ. അത് കഴിഞ്ഞിട്ട് താഴെ പറയുന്ന വഖഫുകളോട് എനിക്കുള്ള സകലാവകാശങ്ങൾ ഒഴിഞ്ഞ് അദ്ദേഹത്തിന് തന്നെ ഇനി ഒരവകാശമില്ല. പിന്നെ അയാളുടെ മക്കൾക്ക് തന്നെ അവകാശം കിട്ടണേ? സകല അവകാശങ്ങൾ ഞാൻ ഒഴിഞ്ഞു എന്ന് പറഞ്ഞ പിന്നെ അനന്തരാവകാശികൾക്ക് അത് വിൽക്കാൻ പറ്റുമോ? ക്രയവിക്രയം നടത്താൻ പറ്റുമോ? വഖഫായി ഞാൻ കൈവശപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, പ്രസ്തുത കോളേജിലെ വിദ്യാഭ്യാസ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതല്ലാത്ത യാതൊരു കാര്യത്തിനും ഇത് ഉപയോഗിക്കാൻ പാടില്ല. ബാർ നടത്താൻ കൊടുക്കാൻ പാടില്ല, റിസോർട്ട് നടത്താൻ കൊടുക്കാൻ പാടില്ല. പച്ചയായി എഴുതി വെച്ച ഈ രേഖകൾ ഉണ്ടായിരിക്കെ, ഈ രേഖകളെ ആധാരമാക്കി ഗവൺമെന്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രേഖകൾ ഉണ്ടായിരിക്കെ ഈ സാധനം വഖഫല്ലെന്ന് പറയുന്ന പുറം ശക്തികളെ നമുക്ക് മനസ്സിലാക്കാം. അവർക്ക് സത്യവും നീതിയൊന്നുമില്ല. പക്ഷെ സമുദായത്തിന്റെ ഉള്ളിലുള്ളവർ പോലും ഇത് പറയുന്നെങ്കിൽ അവർക്ക് ഈമാനിന്റെ കണിക പോലുമില്ല എന്നുള്ളതാണ്. ഇത് കണ്ടിട്ട് പറയുന്നവരാ, അവർ കാണാതെ പറയുന്നവരല്ല, കണ്ടിട്ടും പറയുകയാ. അപ്പോ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ വഖഫ് എന്ന് പറയുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ. ആ ഫാറൂഖ് കോളേജ് വഖഫ് ചെയ്തപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ കോളേജിന്റെ പ്രയോജനം ആർക്കാ കിട്ടിയത്? ഇന്നിപ്പോ മുസ്ലിമീങ്ങളുടേത് മാത്രം എന്തോ എന്ന് പറഞ്ഞ് ചില ആളുകൾ അതിന് നേരെ അവകാശം പറഞ്ഞു വരുമ്പോ അവിടെ പഠിച്ച വിദ്യാർത്ഥികൾ ഒരുപക്ഷെ ആ പരിസരവാസികൾ അധികവും മുസ്ലിങ്ങളായി പോയത് കൊണ്ട്
അധികം വിദ്യാർത്ഥികൾ മുസ്ലിങ്ങളായിരിക്കാം. ധാരാളം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ആ കോളേജിൽ നിന്ന് പഠിച്ച് ബിരുദം നേടിയില്ലേ? ഉന്നത ഉദ്യോഗങ്ങളിൽ എത്തിപ്പറ്റിയില്ലേ? എല്ലാവർക്കും ഉപകാരപ്പെട്ടില്ലേ? എയ്ഡഡ് കോളേജായ ആ കോളേജിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളം പറ്റി എത്രയോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായ അധ്യാപികമാരുണ്ട്. അവർക്കതിന്റെ ഗുണം കിട്ടിയില്ലേ? വഖഫ് ഭൂമിയിൽ നിന്ന് ഇത്തരം ഉപകാരങ്ങൾ കൂടി കിട്ടുന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ വഖഫിനെ സംവിധാനം ചെയ്തിട്ടുള്ളത്. ആ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കി വഖഫിനെ നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ ഈ വഖഫ് എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് മാത്രമല്ല, 10 കാശ് ഇങ്ങോട്ട് കിട്ടാത്തത്, കാരണവന്മാർ ഒന്നും കിട്ടാതെ കൊടുത്തത്, അത് മര്യാദയ്ക്ക് നോക്കി നടത്തണമെങ്കിൽ ഞാൻ പോലും ഞങ്ങൾക്ക് മനസ്സില്ല. കാശ് ഇങ്ങോട്ട് കിട്ടുന്നത് മാത്രമേ നോക്കി നടത്തുള്ളൂ. എന്താ വഖഫ് അന്യാധീനപ്പെട്ടു പോകാൻ കാരണം? വഖഫ് അന്യാധീനപ്പെട്ടു പോകാൻ കാരണം മറ്റൊന്നുമല്ല, റൗളത്തുൽ ഉലൂമിന് വഖഫ് സ്വത്ത് നൽകുമ്പോൾ അത് സാധുവാകും. കാരണം അതൊരു ദീനീ സ്ഥാപനമാണെന്ന ധാരണയുടെ പേരിൽ അത് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെട്ട് എഴുതുകയാണ്, ഇങ്ങനെ നൽകപ്പെട്ട സ്വത്തിനെ ആശ്രയിക്കാതെ തന്നെ സ്വയം നിലനിൽക്കാൻ കഴിയുന്ന വിധാനത്തിലേക്ക് പിന്നീട് ഈ സ്ഥാപനങ്ങൾ മാറുമ്പോൾ നിത്യനിദാന ചെലവുകൾ, ജീവനക്കാരുടെ ശമ്പളം തുടങ്ങിയ കാര്യങ്ങളിലൊന്നും കോളേജ് മാനേജ്മെന്റ് നോക്കേണ്ടതില്ലാത്ത വിധം ഗവൺമെന്റ് സഹായം ലഭ്യമാക്കിയപ്പോൾ തൽഫലമായി സ്ഥാപന നടത്തിപ്പിലേക്കായി ഉദാരമതികൾ നൽകിയിട്ടുള്ള വഖഫ് മുതലുകളുടെ ആദായങ്ങളിലേക്കോ ഭൂമിയുടെ പരിപാലനത്തിലേക്കോ നോക്കേണ്ടതോ ശ്രദ്ധിക്കേണ്ടതോ ഇല്ലാത്ത സാഹചര്യം പിന്നീട് മുത്തവല്ലിമാർക്ക് വന്നു. അങ്ങനെ അവർ കണ്ണടച്ചത് കൊണ്ടാണ് ഈ വഖഫുകളെല്ലാം നഷ്ടപ്പെട്ടതെന്ന്. നമ്മുടെ പള്ളികളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ വഖഫ് നോക്കി നടത്തിയാൽ പള്ളികൾക്ക് 10 ഏക്കറുണ്ട്, 5 ഏക്കറുണ്ട്, 3 ഏക്കറുണ്ട്. പള്ളിയുടെയും മദ്രസയുടെ ആവശ്യം കഴിച്ചിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. നല്ലൊരു ദീനീ സ്ഥാപനം, നല്ലൊരു വിദ്യാലയം, 2 വിദ്യാഭ്യാസവും ഒന്നിച്ചു നൽകുന്ന ഈ ഹാഫിളുകൾക്ക് അവരെല്ലാ ഉന്നത വിദ്യാഭ്യാസവും നേടി അവർ ഈ ലോകത്ത് ഖുർആൻ പഠിച്ച മഹാപണ്ഡിതന്മാരായി ലോകത്ത് അല്ലാഹുവിന്റെ ദീൻ പ്രചാരണം നൽകുന്നവരായി മാറുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ആ വഖഫിനെ പ്രയോജനപ്പെടുത്താൻ നമ്മുടെ പള്ളി മാനേജ്മെന്റുകളിൽ എത്ര പേർക്ക് കഴിഞ്ഞു എന്ന് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് വഖഫിന്റെ ഭേദഗതി ഇപ്പൊ പെട്ടെന്നൊന്നും നടക്കാനുള്ള സാധ്യത കാണുന്നില്ല. കാരണം ആരാന്റെ ഊരെ ചാരി നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആക്കി പടച്ചവൻ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഉടനെ ഒന്നും 2/3 ഭൂരിപക്ഷം വേണം ഭേദഗതി നടപ്പാക്കണമെങ്കിൽ നടപ്പാക്കാൻ സാധ്യതയില്ല. ഇനി നടപ്പാകാതിരിക്കട്ടെ, നമ്മുടെ കൈവശമുള്ള വഖഫുകളെ അല്ലാഹുവും അവന്റെ റസൂലും ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ ജനോപകാരപ്രദമാക്കേണ്ടതിനെ ജനോപകാരപ്രദമാക്കിയും സമുദായത്തിന് ഉപകാരപ്രദമാകേണ്ടതിനെ അങ്ങനെയും വൈജ്ഞാനിക മേഖലയ്ക്ക് ഉപകാരപ്പെടേണ്ടതിനെ അങ്ങനെയും ഉപകാരപ്പെടുത്തി. എന്തെല്ലാം കയ്യിലുണ്ടായാലും, ഞാനത് ദീർഘിപ്പിച്ചൊന്നും പറയണില്ല, എന്തെല്ലാം കയ്യിലുണ്ടായാലും അനുഭവിക്കാൻ അല്ലാഹു അനുഭവിച്ച മാലി എന്ന് മനുഷ്യൻ പറയുന്നു. യഥാർത്ഥത്തിൽ മനുഷ്യൻ മാലി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? സ്വത്ത് എന്നാണ്. മാലി എനിക്കുള്ളത് എന്നാ. അതിൻ്റെ യാ കളഞ്ഞിട്ടാ മാൽ, സ്വത്ത്, എന്റേത്. സ്വത്ത് എന്ന് പറഞ്ഞാൽ എന്താ? എന്റേത്. മാലി, അതിനെയാണ് മാൽ എന്ന് പറയുന്നത്. മനുഷ്യൻ പറയുന്നു സ്വത്ത് എന്റേത്, മാൽ എന്ന് പറയുന്നു. പക്ഷേ മാൽ എന്ന് പറയാൻ, എന്റേതെന്ന് പറയാൻ അവൻ എന്താ ഉള്ളത്? അവൻ തിന്ന് ദഹിച്ചത്, അവൻ ഉടുത്ത് ദ്രവിച്ചത്, അവൻ കൊടുത്ത് നാളത്തേക്ക് മുതൽ കൂട്ടിയത്, അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? 10,000 കോടിയുടെ ആസ്തി ഉണ്ട് ഒരു മുതലാളിക്ക്. അവൻ തിന്നുന്നത് രാവിലെ അത്താഴപ്പണിക്കാരൻ തിന്നണ ഒരു പിഞ്ഞാണം ഭക്ഷണം ഉള്ളവന് കഴിക്കാൻ പറ്റുള്ളൂ. ഞാൻ മുതലാളിയാവുകൊണ്ട് 100 പ്ലേറ്റ് വരട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യം വല്ലതും ഉണ്ടോ? അവൻ ഉടുക്കാൻ പറ്റണത് 2 മീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു ഷർട്ടേ അവന് തയ്ച്ചിടാൻ പറ്റുള്ളൂ, ഒരു പാവപ്പെട്ടവൻ ഇടുന്ന പോലെ. അവൻ തിന്നത്, അവൻ ഉടുത്തത്, ഇതേ അവൻ ഇവിടെ അനുഭവിക്കുന്നുള്ളൂ. അവൻ പിന്നെ അവന്റെ സമ്പാദ്യം കൊണ്ട് നേടുന്നത് അവൻ നിക്ഷേപിച്ചിട്ട് പരലോകത്തേക്ക് അവൻ മുതൽ കൂട്ടുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേട്ടിട്ടാണ് ഈ ലോകത്ത് നമ്മുടെ മുൻഗാമികളെല്ലാം വഖഫ് ചെയ്ത് ഇവിടെ പള്ളികളും മദാരിസുകളും ഒക്കെ സ്ഥാപിച്ച് ഇന്ന് ലോകത്ത് ഇസ്ലാമിന്റെ മദ്യപിക്കാത്ത ലക്ഷോപലക്ഷം ജനങ്ങളെ ഉൽപ്പാദിപ്പിച്ച്, വ്യഭിചരിക്കാത്ത ലക്ഷോപലക്ഷങ്ങളെ ഉൽപ്പാദിപ്പിച്ച്, ലഹരി തൊട്ടുനോക്കിയിട്ടില്ലാത്ത ലക്ഷോപലക്ഷങ്ങളെ ഉൽപ്പാദിപ്പിച്ച് ഈ ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വഖഫിന്റെ പിൻബലത്തിലാണ്. അത്ഭുതമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഞാൻ പറയുന്നു, ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഒരാൾ പോലും ഇന്ന് മദ്യപിച്ചിട്ടില്ല എന്ന് എനിക്ക് സദസ്സിനെ ചൂണ്ടിക്കാട്ടി പറയാൻ പറ്റും. ഈ റോഡിന്റെ അപ്പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞാൽ ഞാൻ തല്ലു മേടിക്കും, കള്ളു കുടിച്ചിട്ടില്ല എന്ന് മുമ്പിൽ നിൽക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞാൽ. അല്ലേ? ശരിയല്ലേ? ഈ ഇരിക്കുന്ന ആരും ഇല്ല എന്ന് എനിക്ക് ഇവിടെ നിന്നോട് പറയാം. എന്നാൽ അങ്ങോട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞാല് അറിയാവുന്ന ആളുകള് എന്നെ കളിയാക്കുകയെങ്കിലും ചെയ്യും, തല്ല് തന്നില്ലെങ്കിലും. അല്ലേ? മില്ലാർക്കൊന്നും അറിയില്ലെന്ന് പറയും. കാരണം എന്താ ഇവിടെയുള്ള ആളുകൾക്കും അവിടെയുള്ള ആളുകൾക്കുള്ള വ്യത്യാസം? ഇവിടെയുള്ള ആളുകൾ അള്ളാഹുവിന്റെ പള്ളിയുടെയും മദ്രസയുടെയും പശ്ചാത്തലത്തിൽ, അതിന്റെ തണലിൽ, അതിന്റെ നിഴലിൽ അവരുടെ ജീവിതം കരുപിടിപ്പിക്കുന്നവരാ. അവർ കള്ളു കുടിക്കാത്തവരാ, അവർ ലഹരി അനുഭവിക്കാത്തവരാ, അവർ പെണ്ണ് പിടിക്കാൻ പോകാത്തവരാണ്, അവര് അരുതാത്തതൊന്നും ചെയ്യില്ല. എന്നും മാത്രമല്ല
അവരൊന്ന് മൂത്രമൊഴിച്ചാൽ വിസർജിച്ച അവർ കഴുകി വൃത്തിയാക്കുന്നവരാ. ലോകത്ത് വേറെ ആരാ ഇവിടെ ഉള്ളത്? വൃത്തിയുള്ള, ശുദ്ധിയുള്ള, മനഃശുദ്ധിയുള്ള, സദാചാര ബോധമുള്ള, ധർമ്മനിഷ്ഠയുള്ള ഒരു സമൂഹത്തെ ഈ ലോകത്ത് സൃഷ്ടിച്ചെടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച ഒരു സംവിധാനത്തിന്റെ പേരാണ് വഖഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വഖഫ് എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക് സൊസൈറ്റിയുടെ മെറ്റീരിയൽ ഫൗണ്ടേഷൻ എന്നാണ് ഇതിനെ ആളുകൾ വിശദീകരിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ വഖഫിന്റെ തൊട്ടിലിൽ ജനിച്ച്, വഖഫിന്റെ ഭക്ഷണം കഴിച്ച്, വഖഫിന്റെ ഖബറിൽ അവസാനിക്കുന്ന ഒരു സമ്പൽ ഘടനയാണ് ഇസ്ലാമിക സമൂഹം എന്ന് നിലനിർത്തി വന്നത്. അതാണ് വഖഫ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സമൂഹത്തിൽ, ഇസ്ലാമിക രാജ്യങ്ങളിൽ വഖഫിന്റെ എല്ലാം ആ സമൂഹത്തിന് വേണ്ടി വഖഫ് ചെയ്തു കൊടുക്കുക, ഉള്ളവർ വഖഫ് ചെയ്തു കൊടുക്കുക, വാരിക്കോരി കൊടുക്കുക. ഇങ്ങനെ ലോകത്തെ മനുഷ്യരെ, അവന്റെ മനസ്സിനെ ഈ ഭൂമിയിൽ തളച്ചിടേണ്ടതല്ല, സ്വർഗലോകത്തിന്റെ അനന്ത സീമകളിൽ പാറിപ്പറക്കേണ്ടുന്ന അവന്റെ മനസ്സിനെ ആകാശത്തോളം വിശാലമാക്കിയാലേ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. മനസ്സ് ഭൂമിയിൽ ഒതുങ്ങാത്തതാ, സ്വർഗത്തിന്റെ സമ്പാദ്യമാണ്, സ്വർഗത്തിന്റെ ഓർഗനാണ്, സിക്സ്ത് ഓർഗൻ. സ്വർഗത്തിൽ പറക്കുന്ന സാധനമാണിത്, ഭൂമിയിൽ ഒതുങ്ങാത്തതാണ്. ഈ മനുഷ്യന്റെ മനസ്സിനെ ഈ ലോകത്ത് ഔദാര്യം കൊണ്ട്, കാരുണ്യം കൊണ്ട് വിശാലമാക്കാൻ അള്ളാഹു മോഹന്റെ റസൂലും ആഗ്രഹിച്ചപ്പോൾ വഖഫിനെ അവർ പ്രേരിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാനം, ദാനം, ദാനം. എന്താണ്? യസ്അലൂനക മാദാ യുൻഫിഖൂൻ. അവർ ചോദിക്കുമായിരുന്നു അള്ളാഹുവിന്റെ റസൂലിനോട്, നബിയെ എന്താണ് ഞങ്ങൾ ചെലവഴിക്കേണ്ടതെന്ന്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞു കൊടുത്തു, ഖുലിൽ അഫ്വ്, ആവശ്യം കഴിച്ചുള്ളതൊക്കെ ചെലവഴിക്കാനുള്ളതല്ലേ. ആവശ്യം കഴിച്ചുള്ളത് എന്തിനാ? വെച്ചേക്കാനല്ല, ആവശ്യം കഴിച്ചുള്ളത് ചെലവാക്കാനാ. ആവശ്യം കഴിച്ചുള്ളത് ചെലവാക്കിയില്ലെങ്കിൽ ഒരു വിലയില്ല, വെറുതെ ഇട്ടേച്ച് പോയിട്ട് അതിന്റെ അഡ്രസ്സും പേര് നടക്കാന്നല്ലേ ഉള്ളൂ. ആവശ്യം കഴിച്ച് ബാക്കിയുള്ളതെല്ലാം ആവശ്യക്കാരന് വേണ്ടി ചെലവഴിക്കാനുള്ളതാണ്. കല്ല ബല്ലാ തുക്രിമൂനൽ യതീം വലാ തഹദ്ദൂന അലാ തആമിൽ മിസ്കീൻ വതഅകുലൂന തുറാസ അക്ലൽ ലമ്മാ വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ. അനാഥയെ പരിഗണിക്കാനുള്ളതാ ആവശ്യം കഴിച്ചു മിച്ചമുള്ളത്. തന്റെ തലമുറയ്ക്കും അടുത്ത തലമുറയ്ക്കും 10 തലമുറയ്ക്കും തിന്നാനുള്ളത് സമ്പാദിച്ചിട്ടാലും തികയാതെ 250 ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിൽ 2030 ആകുമ്പോൾ 500 ഔട്ട്ലെറ്റ് ആക്കണം. 50,000 കോടി ഉണ്ടെങ്കിൽ 1,00,000 കോടിയാക്കലാണ് എൻ്റെ പദ്ധതി. അവസാനിക്കില്ല എൻ്റെ ഈ ആർത്തി എന്ന് പറഞ്ഞ് ഇതൊക്കെ ഉണ്ടായാൽ ആകാശത്തോടെ പറന്നു പോകുമ്പോ ഫ്ലൈറ്റ് ഒന്ന് മൂക്കു കുത്തിയാൽ തീർന്നില്ലേ? വല്ല ചതുപ്പിലും വീണ രക്ഷപ്പെട്ടു, അല്ലെ പോയില്ലേ? സഹോദരങ്ങളെ, ഇത്രയും വിലയില്ലാത്ത ഈ സാധനത്തെ അള്ളിപ്പിടിച്ച് മനസ്സിനെ ധനാർത്ഥിയുടെ ഈ സങ്കുചിതത്വത്തിൽ തളച്ചിട്ടാൽ അവന് സ്വർഗമില്ല. വിശാലമായ മനസ്സിന്റെ ഉടമകൾക്കുള്ളതാണ് സ്വർഗമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചപ്പോ അത് കേട്ടുണർന്ന് ആവശ്യം കഴിച്ച് മിച്ചമുള്ളതെല്ലാം അബൂബക്കർ കൊടുത്തത് എങ്ങനെയാ? എന്തുണ്ട് അബൂബക്കറെ ബാക്കി സദഖ ചെയ്യാൻ പറഞ്ഞപ്പോ അള്ളാഹുവും റസൂലും ഉണ്ട്, നബിയെ വീട്ടിൽ ബാക്കി കുലിൽ അഫ്വ്, ബാക്കിയുള്ളത് കൊടുക്കാനുള്ളതാ. സ്വർഗത്തിലേക്ക് മുതൽ കൂട്ടാനുള്ള സാധനമാണ്. ഇതാണ് വഖഫിന്റെ പ്രചോദനം, ഇതാണ് വഖഫിന്റെ പ്രചോദനം. ഉമറിനോട് ചോദിച്ചു, ഇന്ന് എന്താണ് ഉമറെ ബാക്കി വെച്ചത്? പകുതി ഞാൻ കൊണ്ടുവന്ന് നബിയെ, പാതിയെ വീട്ടിലുള്ളൂ. സ്വന്തം സമ്പാദ്യം 5 കോടി ഉണ്ടെങ്കിൽ 2.5 കോടി മാറ്റി വെച്ചു. ഇന്നുമുണ്ട് സഹോദരങ്ങളെ, ഇന്നും മനുഷ്യരുണ്ട്, ഈമാനുള്ള ആളുകൾ. ഞാൻ എൻ്റെ നാട്ടിൽ തൊടുപുഴയിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനും അതിന്റെ ഭാഗമാണെന്ന് പറയുന്നത്. അതിനാദ്യം വഖഫ് ചെയ്ത ഒരാൾ 2.5 ഏക്കർ സ്ഥലം അങ്ങോട്ട് കൊടുത്തു. 6 കോടി രൂപ വില മതിക്കും. കോടിയൊന്നും ആളുകൾക്ക് ഈമാനുള്ളവന് പ്രശ്നമല്ല, ആഖിറത്തിന് മുതലാക്കാനുള്ളതാണ് സമ്പാദ്യം അള്ളാഹ് കൊടുത്താൽ. അപ്പോൾ വേറൊരു സഹോദരൻ ഞങ്ങളുടെ ട്രസ്റ്റിൽ തന്നെ ഉള്ള ആള് 10 ലക്ഷം രൂപ വില മതിക്കുന്ന ടൗണിലെ 30 സെന്റും കൊടുത്തു. അവിടെ ഇപ്പോൾ ബിൽഡിംഗ് ഉയർന്നുകൊണ്ടിരിക്കുക. എന്തിനാ? 10 പൈസ ഇങ്ങോട്ട് കിട്ടാനല്ല, പാലിയേറ്റീവ്, അതുപോലെ തന്നെ ഏർലി ഇന്റർവെൻഷൻ സെന്റർ, അതുപോലെ തന്നെ പിന്നെന്താ, പിന്നെ ഡയാലിസിസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള വലിയ സംരംഭത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക. കൊടുക്കാൻ അള്ളാഹു ഇന്നും മനുഷ്യന് മനസ്സ് കൊടുത്തിട്ടുണ്ട്. ഈമാൻ എത്രയുണ്ടോ അത്രയും മനുഷ്യന്റെ മനസ്സുദാരമായിക്കൊണ്ടിരിക്കുക. അവനാണ് സ്വർഗം. വലിയ മനസ്സിനുള്ളതാ സ്വർഗം, വലിയ ലോകം ചെറിയ മനസ്സിനുള്ളതാണോ? ആ വഖഫാണ് യഥാർത്ഥത്തിൽ. ഇങ്ങനെ കൊടുക്കുന്ന വഖഫുകൾ അവിടെ വെച്ച് നിലച്ചു പോകാതിരിക്കാൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മനുഷ്യൻ മരിച്ചാൽ ഈ കൊടുത്തതൊക്കെ തീർന്നു പോകൂലേ? ഭക്ഷണം കൊടുത്താൽ അവൻ കഴിച്ചത് പിന്നെ തീർന്നു, പിന്നെ പ്രതിഫലമില്ലെന്നല്ല, പക്ഷെ നിലനിൽക്കുന്നില്ലല്ലോ. അങ്ങനെ വരുമ്പോ എന്ത് വേണം? ഇൻഖത്ത അമലുഹു ഇല്ലാ മിൻ തലാത്ത്, അമലെല്ലാം 3 കാര്യങ്ങൾ ഒഴിച്ചുള്ള അമലെല്ലാം മുറിഞ്ഞു പോകും. പിന്നെ നിലനിൽക്കുന്ന സദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന സദഖ, അത് പള്ളികൾ, മദ്രസകൾ, അതൊക്കെയാണ്. ഔ ഇൽമുൻ യുന്തഫഉ ബിഹി,
അവനിലൂടെ ലോകത്തിന് പ്രയോജനപ്പെട്ട അറിവുകളാണ്. ഈ ഇവിടെ ഇരിക്കുന്ന ആഫിളുകൾ അവർ ആലിമുകളായി, അവര് പഠിച്ച വിശ്വാസത്തെ ദൃഢീകരിക്കാൻ, മനുഷ്യനെ മനുഷ്യനാക്കാൻ, അവന്റെ മനസ്സിനെ ഉദാരമാക്കാൻ, അവന്റെ മനസ്സിൽ സ്നേഹം നിറയ്ക്കാൻ, അവന്റെ മനസ്സിൽ പരസ്പര മനുഷ്യ സ്നേഹം കുത്തിവെക്കാൻ, അങ്ങനെ വെറുപ്പിന്റെ മാറാല മാറ്റിക്കളയാൻ ഈ ലോകത്തൊരു മനുഷ്യന്റെ അറിവ് ഉപകാരപ്പെട്ടതിന്റെ പേരിൽ, അവന്റെ അറിവ് ഉപകാരപ്പെട്ടിട്ട് 10 ആളുകൾക്ക് പ്രയോജനപ്പെട്ടു. സഹാബാക്കൾ സ്വപ്നം കണ്ടത്, മുസ്ലിം ലോകം സ്വപ്നം കണ്ടത്, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം അവന് വേണ്ടി പ്രാർത്ഥിക്കാനെങ്കിലും മനസ്സ് കാണിക്കുന്ന ഒരു മകനെയെങ്കിലും അവൻ ഉൽപ്പാദിപ്പിച്ചിട്ട് വേണം പോകാൻ. എത്ര മക്കൾ ഉൽപ്പാദിപ്പിച്ചു? മക്കൾ ആകപ്പാട് ഇപ്പൊ 2 ഉള്ളൂ. ഒരാൾ എഞ്ചിനീയർ ആയ പിന്നെ അടുത്ത ആൾ ഡോക്ടറാകണം, ഡോക്ടറായ എഞ്ചിനീയർ ആകണം. പറ്റുമെങ്കിൽ ഇസ്ലാമിന്റെ ഒരു ഛായ പോലും ഇല്ലാത്ത ജർമ്മനിയിലേക്കോ അമേരിക്കയിലോ യൂറോപ്പിലേക്കോ ഉള്ള സാധ്യത ആദ്യം പരിശോധിക്കണം. അവിടെ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ വല്ല ഗൾഫെങ്കിലും കിട്ടണം. അവൻ എവിടെയാണ്? അള്ളാഹ് ഈ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാൻ അവസരം. എന്ത് നേടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ജീവിതം നമുക്ക് കിട്ടിയിട്ട്? നമ്മൾ എന്ത് നേടിയിട്ടാണ് ഈ ലോകത്തിട്ടെറിഞ്ഞ് പോണേ? ഈ മക്കൾ തന്നെ നമ്മൾ ഓർത്ത് നമ്മുടെ ജീവിതത്തിന്റെ സായം സന്ധിയിൽ അവരെ കുറിച്ചോർത്ത് കണ്ണീർ പൊഴിക്കുന്ന ദുരന്തത്തിലേക്കല്ലേ നമ്മൾ വഴിമാറുന്നത്. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ നിർദ്ദേശിച്ചത്, 7 കാര്യങ്ങൾ ഈ ലോകത്ത് നിനക്ക് ചെയ്യാൻ അവസരം ലഭിച്ചാൽ, വേറെയുമുണ്ട് 7 കാര്യം എണ്ണി പറഞ്ഞു റസൂലുള്ളാഹ്, ചെയ്താൽ മരിച്ചാലും ഖബറിലേക്ക് പ്രതിഫലം പ്രവഹിച്ചു കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. നീ മരിച്ചു പോയെന്നുള്ളത് പ്രശ്നമല്ല, ജീവിച്ചിരിക്കുന്നത് പോലെയാണ്. ഒരു മനുഷ്യൻ പിന്നെയും പിന്നെയും ജീവിച്ചിരിക്കുന്നത് പോലെയാണ്. 7 കാര്യങ്ങൾ ജീവിച്ചിരിക്കെ ചെയ്യാൻ അവസരം ലഭിച്ചാൽ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ് വഖഫ്. മൻ അല്ലമ ഇൽമ, ആര് വിദ്യാഭ്യാസത്തിന്റെ ഏർപ്പാട് ചെയ്തോ, അറിവ് വ്യാപനത്തിനുള്ള പരിപാടികൾ ഏർപ്പാടാക്കിയോ, ദീനിയായ ഇൽമ, ഭൗതികമായ ഇൽമ എന്നൊക്കെ നമുക്കിപ്പോൾ തിരിക്കേണ്ടി വന്നത്. ഫാറൂഖ് കോളേജ് അത് വേറെ ഉണ്ടാക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? പണ്ട് ഫാറൂഖ് കോളേജും അതുപോലെ തന്നെ ഖുർആൻ കോളേജും ഒന്നായിരുന്നു. പക്ഷെ യൂറോപ്യൻ വന്നിട്ട് ഫാറൂഖ് കോളേജും ഖുർആൻ കോളേജും രണ്ടാക്കി. അവിടെയാണ് പ്രശ്നം വന്നത്. ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസർക്കുള്ളത് സീസർക്കും ആക്കി. കൊർഡോവ യൂണിവേഴ്സിറ്റിയിൽ ഖുർആൻ പഠിപ്പിക്കുന്ന അതേ സ്ഥാപനത്തിലാണ് അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത് പഠിപ്പിക്കുന്നിടത്താണ് സയൻസ് വളർന്നത്, ടെക്നോളജി വികസിച്ചത്, ലോകത്താദ്യത്തെ കൊർഡോവ യൂണിവേഴ്സിറ്റി ഉണ്ടായത്, മെഡിക്കൽ കോളേജ് ഉണ്ടായത്, പോപ്പുമാർ വന്ന് വിദ്യാഭ്യാസം നേടിപ്പോയത് അവിടെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിദ്യാഭ്യാസത്തിന്റെ പദ്ധതികൾ ആവിഷ്കരിച്ചു. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്, ഒട്ടകങ്ങളെ സൃഷ്ടിച്ചതിന്റെ പിന്നിലെ അത്ഭുതങ്ങൾ നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിക്കുന്ന ബയോളജി ഉണ്ടല്ലോ, അത് ഖുർആനാണോ ഹദീസാണോ? അത് ഏത് ഇൽമ? ഖുർആനിൽ പഠിക്കാൻ വേണ്ടി നമ്മളോട് പറയണ ആ സാധനം അതിനെ ബയോളജി എന്ന് പറഞ്ഞ് വേറെ ഇൽമാക്കി വെച്ചേക്കാം നമ്മള്. നമുക്ക് അന്നേരമാണ് യഥാർത്ഥത്തിൽ ഈ മക്കളെ പിന്നെ പഠിപ്പിക്കാൻ അങ്ങോട്ട് വിടേണ്ടി വന്നേ. ആ മക്കളെ പിന്നെ ഖുർആൻ പഠിപ്പിക്കണമെങ്കിൽ ഇങ്ങോട്ട് വിടേണ്ടി വന്നേ. അവരും തൊട്ട് ഇങ്ങോട്ട് വരില്ല, പിന്നെ ഇവരെ അങ്ങോട്ട് വിടണം. അങ്ങോട്ട് പോയാലോ ഇവിടെ പഠിച്ചല്ല അവിടെ കുളവാകുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 2 വിദ്യാഭ്യാസവും സമന്വയിക്കുന്ന സ്ഥാപനങ്ങളായി വളരണം. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത് വഇല സമാഇ കൈഫ റുഫിഅത്ത് വഇലൽ ജിബാലി കൈഫ നുസിബത്തിന്റെ ഉത്തരം നൽകുന്ന സ്ഥാപനമായി ഈ സ്ഥാപനം നാളെ വളരണം. ഇതിനെ ഈ നിലയിൽ നിങ്ങൾ മുരടിപ്പിച്ചിടരുത്. ഈ 5 സെന്റിലും 10 സെന്റിലും അല്ലിത്. ഇത് വളരണം, വടവൃക്ഷമായി വളരണം. മനുഷ്യനെ ആയിരങ്ങളെ മനുഷ്യത്വമുള്ളവരെ ഉൽപ്പാദിപ്പിച്ച് ലോകത്ത് സ്നേഹത്തിന്റെ വസന്തം വിരിയിക്കണം. അള്ളാഹുവിന്റെ റസൂൽ ആദ്യം വഖഫിന് വേണ്ടി പറഞ്ഞത് ഇൽമ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്യണതൊക്കെ വഖഫ. മനസ്സിലായോ? ഇൽമിന്റെ പദ്ധതികൾ ഏർപ്പാടാക്കിയാൽ വഖഫ. മരിച്ച് ഖബറിൽ പോയാലും നിന്റെ മക്കൾ നീ ഇട്ടേച്ചു പോയ സ്വത്തിന് വേണ്ടി കടിപിടി കൂടി നിന്റെ ഖബറിനെ അഗ്നികുണ്ഡമാക്കാൻ വേണ്ടി മത്സരിക്കുമ്പോൾ നീ ഇൽമിനു വേണ്ടി ചെയ്ത സേവനങ്ങളുടെ പേരിൽ നിന്റെ ഖബറിലേക്ക് പ്രകാശത്തിന്റെ പ്രതിഫലം പ്രകാശം പ്രവഹിച്ചുകൊണ്ടിരിക്കും. ഇൽമിൻ്റെത്. രണ്ടാമത് പറഞ്ഞ അല്ലെങ്കിൽ എങ്ങോട്ടേതെങ്കിലും ഒരു പ്രദേശത്തേക്ക് ഒരു നദി ഒഴുക്കി കൊടുത്താൽ അവിടുത്തെ ജനങ്ങൾക്ക് ജലസേചനത്തിന് കുടിവെള്ളത്തിന് പ്രയോജനപ്പെടുമെങ്കിൽ അതിനുവേണ്ടി സ്ഥലം കണ്ടെത്തി ഒരു നദി വെട്ടി ഒഴുക്കിയാൽ അത് വഖഫാണ്. മുഹമ്മദ് റസൂൽ അത് എത്ര വിശാലമായ അർത്ഥത്തിലാണ് വഖഫിനെ കണ്ടത്. ഇസ്ലാം എങ്ങനെയാ വഖഫിനെ കണ്ടത്? നമുക്കാകപ്പാട് എന്താ വഖഫ്? വഖഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കൂ, പള്ളിയും മദ്രസയും വഖഫാണ്, ഏറ്റവും പ്രധാനമാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്കും മദ്രസയിലേക്കും വരുന്നതിന് മുമ്പേ പറഞ്ഞത് ഒരു നദി ഒഴുക്കി കൊടുക്കൂ. നമ്മൾ ഏതെങ്കിലും വഖഫ് ഭൂമിയിൽ ഇതുവരെ ആർക്കെങ്കിലും ഒരു കനാല് നിർമ്മിച്ചു കൊടുത്തായിട്ട് ഇതുവരെ ആരെങ്കിലും? നമ്മളൊക്കെ വലിയ മിടുക്കന്മാരാണല്ലോ. നമ്മളൊക്കെ എന്നിട്ട് വഖഫ് ഇപ്പൊ എല്ലാരും പിടിച്ചോണ്ട് പോകുന്നു നിലവിളിക്കണ്ടല്ലോ. വഖഫ് പിടിച്ചോണ്ട് പോകുന്നുണ്ടെങ്കിൽ വഖഫ് എന്താണെന്നറിയാത്ത, അതിന്റെ അന്തസത്ത അറിയാത്ത
വഖഫിനെ സമൂഹത്തിന്, ജനസമൂഹത്തിന് പൊതുവായി ഉപകാരപ്പെടുന്ന വഖഫിന്റെ സാധ്യതകളെ ലോകത്തിന് കാട്ടിക്കൊടുക്കാൻ കഴിയാതെ പോയപ്പോഴല്ലേ യഥാർത്ഥത്തിൽ എത്ര സ്ഥലങ്ങളുണ്ട് വേണമെങ്കിൽ ഒരു കനാല് നിർമ്മിക്കാൻ സാധ്യമായ ഏക്കർ കണക്കിന്. എറണാകുളം ജില്ല ഞാൻ തന്ന ഒരു പള്ളിയുണ്ട് 25 ഏക്കറാ. പക്ഷെ ഹത്തീബിന് നമ്മൾ കൊടുക്കാൻ ഇപ്പോഴും കാശില്ല. മനസ്സിലായില്ലേ? 25 ഏക്കറുണ്ട്, 500 കോടിയുടെ ആസ്തിയുണ്ട്. മനസ്സിലായില്ലേ? ഹത്തീബിന് നമ്മളും കൊടുക്കാൻ കൈ കാശില്ല. ഈ തരത്തിലാണ് വഖഫിനെ ദുരുപയോഗം. എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ട് നിൽക്കുന്ന ഒരു ജനത, സമുദായത്തിന് ഉപകാരമില്ല, സമൂഹത്തിന് ഉപകാരമില്ലാതെ വഖഫാക്കിയപ്പോ അന്യാധീനപ്പെട്ടു പോയതിന് ആരെ പറയാൻ? സർക്കാർ ഭൂമി വെറുതെ കിടന്നാൽ ആള് കയ്യേറൂലേ? പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുപോലെ തന്നെ ഓമൻ ഒരു കിണർ കുഴിച്ച് മനുഷ്യന് വിട്ടുകൊടുക്ക്. ഇത് ക്രിസ്ത്യാനി കിണർ കുഴിച്ചാൽ ക്രിസ്ത്യാനിക്ക് ഉപകാരപ്പെടില്ലേ? മുസ്ലിമിന് മാത്രമാണോ? ഹിന്ദുവിന് ഉപകാരപ്പെടില്ലേ? മുസ്ലിമിന് ഉപകാരപ്പെടില്ലേ? കനാല് നിർമ്മിച്ചാൽ ആർക്കാ ഉപകാരപ്പെടുക? എല്ലാ മനുഷ്യർക്കും വഖഫിന്റെ പ്രയോജനം കിട്ടണമെന്ന് പഠിപ്പിച്ച അതിവിശാലമായ ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം. എല്ലാവർക്കും ഉപകാരപ്പെടുന്നത് വഖഫാണെന്ന് പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ഔ ബനാ മസ്ജിദ് ഔ അഗറസ നഖല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലമുണ്ട്, 5 ഏക്കർ സ്ഥലമുണ്ട്, നിങ്ങളോടൊരു തോട്ടം ഉണ്ടാക്കപ്പാ, ഒരു മാന്തോട്ടം അല്ലെ ഒരു തെങ്ങും തോട്ടം, എന്നിട്ട് അത് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വിട്ടുകൂടാന്ന്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പത്തല്ലോ ആളുകൾ വഖഫ് ഭൂമി തോട്ടം ഉണ്ടാക്കിയിട്ട് ആളുകൾക്ക് വിട്ടുകൊടുക്കാനോ? ഉസ്താദ് ഏത് മുസ്ലിയാരാ എവിടെ ദീൻ പഠിച്ചോണ്ട് വന്നെന്ന് ചോദിക്കാം. ഹദീദാ ഞാനീ പറഞ്ഞേ. ഇതാ വഖഫ്. ഏത് പള്ളി കമ്മിറ്റിക്കാരൻ അറിയാം ഇത്തരം ഒരാശയം വഖഫിന്റെ പിന്നിലുണ്ടെന്ന്? ഈ ഹദീദിന്റെ അടിസ്ഥാനത്തിൽ, റവാഹു ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീദിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് എന്ത് പ്രവർത്തിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മളാണ് ആലോചിക്കേണ്ടത്. വല്ലവരും കൊണ്ടുപോകണമെന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള വഖഫൊക്കെ ഒരുപാട് കൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, പൊതുസമൂഹത്തിന്റെ, പൊതുജനത്തിന്റെ, വ്യക്തികൾക്ക് സ്വകാര്യമാക്കി വെച്ച് അനുഭവിക്കാനല്ല, പൊതുസമൂഹത്തിന്റെ ഉപകാരത്തിന് വേണ്ടി വഖഫ് ഉപയോഗിക്കപ്പെടണം എന്നുള്ള ലക്ഷ്യം വഖഫിനുണ്ടെന്ന് റസൂലുള്ളാഹി പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു ഔ ബനാ മസ്ജിദ, പള്ളി നിർമ്മിച്ചാൽ. പള്ളി വളരെ പ്രധാനമാണ്. പക്ഷെ പള്ളി റസൂലുള്ളാഹി ഇവിടെ പറഞ്ഞ അഞ്ചാമതായിട്ടാ പറഞ്ഞത്. അപ്പൊ അത്രയും പ്രാധാന്യമുള്ള ഈ പൊതു താല്പര്യങ്ങളെ വഖഫിന്റെ പേരിൽ പരിഗണിച്ചില്ല. വറസ മുസഹഫ, മുസഹഫ് പാരായണം ചെയ്യാനും പഠിക്കാനും വേണ്ടി ആരെങ്കിലും നീക്കി വെച്ചാൽ, ഔ തറക വലദൻ യസ്തഗ്ഫിറുല, അല്ലെങ്കിൽ മക്കൾ ദുആ ചെയ്യുന്ന മക്കളെ ഉണ്ടാക്കി വിട്ടാൽ, ഇതൊക്കെ വഖഫിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പെടും. ഇങ്ങനെയുള്ള വഖഫ് എന്തെങ്കിലും ഇല്ലാതെ ഈ ലോകത്ത് ജീവിച്ചിട്ട് മരിച്ച് പടച്ചവന്റെ മുമ്പിലേക്ക് പോകുമൊന്നും വേണ്ട ആരും. അവിടെ ചെന്നാൽ പിന്നെ ഒന്നും നമുക്ക് ആരും കരുതി വെച്ചിട്ടൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ഈ ലക്ഷ്യം, ഈ വാക്ക് കേട്ട് ഉണർന്നാണ് ഇപ്പോൾ വഖഫ് ഭേദഗതിയിലൂടെ എന്തൊക്കെയാണ് വഖഫ് ഭേദഗതിയിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. വഖഫ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഞാനതെല്ലാം വിശദീകരിക്കുന്നില്ല. വഖഫ് തർക്കങ്ങളിൽ വഖഫ് ബോർഡിന്റെ തീരുമാനം അന്തിമമായി ഇരിക്കുമെന്ന് പറഞ്ഞത് ഇനി അങ്ങനെയല്ല, അവസാന വാക്ക് സർക്കാരിനാണ്. ഏത് സർക്കാരിനാ? മുസ്ലിമീങ്ങൾ തന്നെ ഈ രാജ്യത്ത് വേണ്ടെന്ന് പറയുന്ന സർക്കാരിനാണ്. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി 544 സീറ്റിൽ ഒരു MP പോലും നിർത്താൻ അനുവദിക്കാത്ത സർക്കാരിനാണ് വഖഫിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ. എന്ന് മാത്രമല്ല, ദേവസ്വം ബോർഡ് നിയന്ത്രിക്കുന്നിടത്ത് ഹിന്ദുക്കളല്ലാത്ത ആരും വേണ്ട, സഭാസ്വത്ത് നിയന്ത്രിക്കുന്നിടത്ത് ക്രിസ്ത്യാനി അല്ലാത്ത ആരും വേണ്ട, വഖഫ് സ്വത്ത് നിയന്ത്രിക്കുന്നിടത്ത് നിർബന്ധമായിട്ടും മുസ്ലിം അല്ലാത്ത 2 പേര് വേണം. എത്ര നീതിപൂർവകമാണ്! ഇങ്ങനെയെല്ലാം നമ്മുടെ വഖഫിനെ നശിപ്പിച്ച്, എന്തിനാണത്? ഈ ലോകത്ത് വ്യഭിചാരം, സ്വവർഗരതി, അഡൽട്ടറി, പരസ്ത്രീ ഗമനമടക്കമുള്ളതൊക്കെ സുപ്രീം കോടതി പോലും അനുവദിച്ച ഈ സംഗതികളെ ഈ ലോകത്ത് വ്യാപകമാക്കി അരാജകത്വം വ്യാപിപ്പിച്ച് മനുഷ്യത്വം നശിപ്പിച്ച് മൃഗീയതയെ ഈ ലോകത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുന്ന അധികാര കേന്ദ്രങ്ങൾ, അവർക്ക് ഭീഷണിയാണ് മദ്രസകൾ. സന്തോഷമുള്ള കുടുംബജീവിതം, ഈ ഭരണകൂട ശക്തികളൊക്കെ കുടുംബം തകർക്കാൻ വേണ്ടി കൂടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. കുടുംബ സമാധാനം വേണ്ടെന്നാണ്. അടുത്ത കാലത്ത് ഒരു സിനിമ ഇറങ്ങിയല്ലോ, ആ സിനിമയുടെ സംവിധായകൻ പറഞ്ഞു, ഈ സിനിമ കണ്ടിട്ടിറങ്ങിയ 10 പേരെങ്കിലും ഡൈവോഴ്സ് ആയാൽ ഞാൻ വിജയിച്ചു എന്ന്. കുടുംബം വേണ്ടെന്നാണ് പദ്ധതി. മനസ്സിലായില്ലേ? ഈ ലോകത്ത് മനുഷ്യ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സമാധാനപൂരിതമാക്കി തീർക്കുന്ന കുടുംബത്തെ പോലും തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശക്തികൾക്ക്, കുടപിടിക്കുന്നവർക്ക് മദ്രസകളും പള്ളികളും ഒരു ഭീഷണി തന്നെയാണ്. മദ്രസ, പള്ളി മനുഷ്യത്വത്തെ പഠിപ്പിക്കുമ്പോ മൃഗീയതയാണ് അതിന്റെ വിരുദ്ധ ശക്തികൾ അപ്പുറത്ത് പഠിപ്പിക്കുന്നത്, അധികാര കേന്ദ്രങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വഖഫ് ചെയ്ത വസ്തുക്കൾ എങ്ങനെ നിലനിർത്താമെന്നുള്ളതല്ല, വഖഫ് ആര് ചെയ്തിട്ടുണ്ടെങ്കിലും അനന്തരാവകാശികൾക്ക് അത് പിടിച്ചെടുക്കാമെന്നുള്ളതാ വഖഫിൽ ചേർത്തിരിക്കുന്നത്. അനന്തരാവകാശികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖഫിനെ കുറിച്ച് പറഞ്ഞത് എന്താ? വഖഫിനെ കുറിച്ച് റസൂലുള്ളാഹി, ഉമർ റളിയല്ലാഹു തആല അൻഹു ആണ് പിന്നോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖഫിനെ കുറിച്ച് കൊടുത്ത നിർദ്ദേശം എന്തായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എനിക്ക് ജീവിതത്തിൽ ഏറ്റവും അമൂല്യമായ ഒരു വസ്തു എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതെന്ത് ചെയ്യണമെന്ന് അങ്ങ് പറഞ്ഞാൽ അതുപോലെ ചെയ്യാം. ഒരു വലിയ തോട്ടം, ഖൈബറിൽ കിട്ടിയ തോട്ടമാ, അതുകൊണ്ട് വഖഫാക്കുക, സ്വർഗത്തിന് വേണ്ടി, സ്വർഗത്തിന്റെ വിലയൊടുക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, താങ്കൾ അതിന്റെ അസ്ല് നിലനിർത്തുക എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി അങ്ങനെ തന്നെ നിൽക്കട്ടെ. അതിൽ തുടരി യാ നൂറതു ലാ യുബാ, അത് വിൽക്കാൻ പാടില്ല. ഇനി ലാ യുബാ, അതിന് വിറ്റുപോകരുത്. വലാ യൂറതു, അനന്തരാവകാശികൾക്ക് അത് പങ്കിട്ടെടുക്കാനും പറ്റില്ല. ഓരവകാശിയും മക്കള് വരെ വന്നിട്ട് ഇതെന്റെ വാപ്പ കൊടുത്തതാ, എനിക്ക് ഇത്തിരി വേണമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കരുത്. വഖഫ് തുടങ്ങുന്നത് തന്നെ അങ്ങനെയാ. ലാ യുബാഉ വലാ യൂറതു, അതിന് വിൽപ്പനയില്ല. വലാ യുഹാബു വലാ യൂഹബു, അതാർക്കും ദാനം ചെയ്യാനും പറ്റൂല. ഇങ്ങനെയാണ് വഖഫ് തുടങ്ങണത്. അതെന്നും മാനവരാശിയുടെ പൊതു സ്വത്തായി നിൽക്കണം. ആ വഖഫ് ചെയ്ത മനുഷ്യന്റെ ഖബറിലേക്ക് എന്നും അതിൽ നിന്ന് പ്രതിഫലം പ്രവഹിച്ചു കൊണ്ടിരിക്കണം. അയാള് വഖഫാക്കി വെച്ചു പോയ ആ ഭൂമിയുടെ ഏതെങ്കിലും ഒരു തൂണ് വേറൊരാളുടേത് അവിടെ കയറി പതിഞ്ഞാൽ ആ പ്രതിഫലം അവന് കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ കുറവ് വരും. വാഖിഫിനോട് ചെയ്യുന്ന ക്രൂരതയാണ്, വഖഫ് ചെയ്ത പിതാവിനോട് ചെയ്യുന്ന ക്രൂരതയാണ്. അതുകൊണ്ട് വഖഫിൽ അവകാശികൾക്ക് പിന്നെ അവകാശവാദം പറയാനൊന്നുമില്ല.